പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം, ഞാൻ നല്ല ഇടയൻ ആകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നല്ല ഇടയൻ, നല്ല നേതാവ്, നല്ല വഴികാട്ടി. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഏത് നേതാക്കന്മാരെക്കാട്ടിലും ഏത് ഇടയന്മാരെക്കാട്ടിലും ശ്രേഷ്ഠനത്രേ നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല നേതാവത്രേ. എന്താ കർത്താവിൻ്റെ പ്രത്യേകത? എന്താ കർത്താവിനെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്? എന്താ കർത്താവിനെ ഒരു നല്ല ഇടയനും നല്ല നേതാവുമാക്കി മാറ്റുന്നത്? ഒന്നാമത്തെ കാരണം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിച്ച് കൊണ്ടുപോകുന്നു. അവന് നമ്മുടെ പേര് നന്നായിട്ടറിയാം, തൻ്റെ ആടുകളെ അവന് നന്നായിട്ടറിയാം. മറ്റാര് അറിയുന്നതിനെക്കാട്ടിലും ഉപരി, മറ്റാര് മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും ഉപരി നമ്മെ നന്നായി മനസ്സിലാക്കുന്ന, നന്നായി അറിയുന്ന ഒരു നല്ല ഇടയൻ നമുക്കുണ്ട്. ഒത്തിരി ആടുകളുണ്ടെങ്കിൽ പലപ്പോഴും എല്ലാത്തിൻ്റെയും മുഖവും ഹല്ലേലൂയ ശബ്ദവും പേരും അറിയണമെന്നില്ല. എന്നാൽ കർത്താവിൻ്റെ പ്രത്യേകത, അവന് നമ്മെ നന്നായിട്ടറിയാം. പ്രവാചകൻ വിളിച്ചു പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവൻ നമ്മുടെ പേര് ചൊല്ലി വിളിച്ചു. അവൻ നമ്മുടെ പേര് വിളിച്ച ദൈവമത്രേ. നാം പിണ്ടാകാരമായിരുന്നപ്പോൾ, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരിക്കുമ്പോൾ തന്നെ അവൻ്റെ കണ്ണ് നമ്മെ കണ്ടു. നമ്മെ കാണുക മാത്രമല്ല, നമ്മെ പേര് ചൊല്ലി വിളിച്ചു. അപ്പസ്തലനെ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം ഇങ്ങനെ വിളിച്ചു പറയുന്നത്, കർത്താവ് എന്നെ എപ്പോഴാണ് അറിഞ്ഞത്? ഡെമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് തന്നെ തിരിച്ചറിഞ്ഞു എന്ന് ഹല്ലേലൂയ തനിക്ക് വെളിപ്പാട്ടിൽ തനിക്ക് മനസ്സിലായി. താൻ ഡെമസ്കോസിൽ നിന്നപ്പോൾ ദൈവം തന്നെ അറിഞ്ഞു. അല്ല, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ താൻ വചനം വായിച്ചു മനസ്സിലാക്കിയപ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിഞ്ഞപ്പോൾ, ഗലാത്യ ലേഖനത്തിൽ താൻ വിളിച്ചു പറഞ്ഞു, എന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ എൻ്റെ കർത്താവ് എന്നെ അറിഞ്ഞു. ദൈവം എന്നെ അറിഞ്ഞത് അമ്മയുടെ വയറ്റിൽ ഞാൻ ഉണ്ടായപ്പോൾ തന്നെ. ഡെമസ്കോസിൽ പടിവാതിക്കൽ കാണുന്നതിന് മുമ്പ് എൻ്റെ കർത്താവിന് എന്നെ നന്നായിട്ടറിയാം. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ താൻ എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ താൻ ഇങ്ങനെ പറയുന്നു, അല്ല, എന്നെ കണ്ടത് ഡെമസ്കോസിൽ വെച്ചല്ല, എന്നെ കണ്ടത് അമ്മയുടെ ഉദരത്തിൽ വെച്ചല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ കണ്ട ഒരു കർത്താവ്. നോക്ക്, ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെ അറിവ് ഇന്ന് പകൽക്കാലവും എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും? എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക്, എൻ്റെ കൂടെ താമസിക്കുന്നവർക്ക്, എൻ്റെ ദേശക്കാർക്ക്, എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ ജീവിത പങ്കാളികൾക്ക്, എന്നെ അറിയുന്നതിനെക്കാട്ടിലും ഉപരിയായി എൻ്റെ കർത്താവിന് എന്നെ നന്നായിട്ടറിയാം. എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ഒരുപക്ഷെ മക്കൾക്കായിരിക്കാം, സഹോദരങ്ങൾക്കായിരിക്കാം, എൻ്റെ മാതാപിതാക്കൾക്കായിരിക്കാം, എൻ്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ആയിരിക്കാം. ആരറിയുന്നതിനെക്കാട്ടിലും ഉപരി എന്നെ നന്നായിട്ടറിയുന്ന, എൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു നല്ല നേതാവ്, ഒരു നല്ല ഇടയൻ എനിക്കുണ്ട്. അതാ അവനെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്. എന്താ കർത്താവിനെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്? രണ്ടാമത്തെ കാര്യം, അവൻ്റെ കൂടെ ഉള്ളവർ അവനെ അനുസരിക്കുന്നു, അവനെ വിശ്വസിക്കുന്നു. അവരിലൊരു വിശ്വാസത്തെ ഉളവാക്കിയെടുക്കാൻ അവന് സാധിച്ചു. ഹല്ലേലൂയ. അവൻ അവരുടെ ട്രസ്റ്റിനെ ബിൽഡപ്പ് ചെയ്യുന്നവനാ, അവരുടെ വിശ്വാസത്തെ ഹല്ലേലൂയ ബിൽഡപ്പ് ചെയ്യുന്ന ദൈവമത്രേ. അതിൻ്റെ കാര്യം എന്താ? ഏത് കാര്യത്തിനും യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ അവൻ തള്ളിക്കളയത്തില്ല. ഇവൻ്റെ അടുക്കൽ ചെന്നാൽ, ഈ ഇടയൻ്റെ അടുക്കൽ ചെന്നാൽ ഒരു നാളും വെറുതെ വിടത്തില്ലെന്നുള്ള ഒരു കോൺഫിഡൻസ് അവൻ ഉണ്ടാക്കിയെടുത്തു. ഏതാടിനും ഒരു പ്രശ്നമുണ്ടാക്കിയാൽ ഓടി വന്നാൽ എന്നെ അറിയുന്ന, എന്നെ കരുതുന്ന, എന്നെ തള്ളിക്കളയാത്ത ഒരു ഇടയനുണ്ടെന്നുള്ള ഒരു ഉറപ്പ് അവൻ അവർക്ക് കൊടുത്തു. പ്രിയരെ, ഇന്ന് പകൽക്കാലവും കർത്താവ് നമുക്ക് തരുന്ന ഉറപ്പതാ. എന്ത് പ്രശ്നത്തിന് നടുവിലും, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും, അത് നമ്മുടെ കുഴപ്പമായിക്കോട്ടെ, മറ്റുള്ളവരുടെ കുഴപ്പമായിക്കോട്ടെ, ഒന്നും പറഞ്ഞിട്ട് നമ്മെ തള്ളിക്കളയത്തില്ല. നമ്മെ മാറോട് ചേർത്തണച്ച് നമ്മെ കറക്റ്റ് ചെയ്യുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ നേർവഴിക്ക് നടത്തുന്ന, നമ്മെ ഉപദേശിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന ഒരു നല്ല ഇടയൻ നമുക്കുണ്ട്. പ്രിയരെ, ലോകം ഒരുപക്ഷെ കുറ്റം പറഞ്ഞ് തള്ളിക്കളഞ്ഞു കാണും. നമുക്ക് ഏത് സമയത്തും ഓടിച്ചെല്ലാൻ പറ്റിയ സഹായത്തിൻ്റെ ശിലയത്രേ നമ്മുടെ നേതാവ്, നമ്മുടെ കർത്താവ്, നമ്മുടെ നാഥൻ, നമ്മുടെ നല്ല ഇടയൻ. ഇന്ന് പകൽക്കാലവും അവനിലുള്ള ഏറ്റവും വലിയ ബലം അതാ. എന്തുകൊണ്ടാണ് നാം അവനെ നല്ല ഇടയ എന്ന് വിളിക്കുന്നത്? കാരണം ഏത് സമയത്തും ഏത് ആവശ്യത്തിലും നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റും. നമ്മെ കുറ്റം പറഞ്ഞ് തള്ളിക്കളയത്തില്ല. അവനിലുള്ള വിശ്വാസം, അവനിൽ അവനുണ്ടാക്കിയെടുത്ത ആ ഒരു ആത്മബലം അതാ.
മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് യേശുവിനെ നല്ല ഇടയ എന്ന് വിളിക്കണം? അവൻ നല്ല മാതൃകയാണ്. അവൻ്റെ ജീവിതത്തിലൂടെ അവൻ നാം പോകേണ്ടുന്ന സാഹചര്യത്തെ കാണിച്ചു തന്നു. നാം സംസാരിക്കേണ്ടത് എന്തെന്ന്, നാം എങ്ങനെ പ്രവർത്തിക്കണമെന്ന്, നാം എങ്ങനെ അനുസരിക്കണമെന്ന് അവൻ കാണിച്ചു തന്നു. അവൻ അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ട് ജോലി ചെയ്തു. അവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. അവൻ ദീർഘദൂരം നടന്ന് വേല ചെയ്തു. അവൻ അധ്വാനശീലമുള്ളവനായിരുന്നു. അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ ലാവണ്യ വാക്കുകൾ കൊണ്ട് ബലപ്പെടുത്തുന്നവനായിരുന്നു. ഹല്ലേലൂയ. അവൻ മടിച്ച് ഇരിക്കാതെ, ഉറങ്ങാതെ, ഉറക്കം തൂങ്ങാതെ തൻ്റെ ജനത്തിനു വേണ്ടി ജാഗരിക്കുന്നവന്. എല്ലാ കാര്യത്തിലും അവൻ നല്ല ഉദാഹരണം, നല്ല മാതൃക നമുക്ക് വെച്ചേച്ചു പോന്നു. യേശുവിനെ നല്ല ഇടയ എന്ന് വിളിക്കാനുള്ള മൂന്നാമത്തെ കാരണം അതാ. പ്രിയരെ, ഇന്ന് പകൽക്കാലം നാം എത്ര ചിന്തിച്ചാലും എത്ര പറഞ്ഞാലും തീരാത്ത ഒത്തിരി ഗുണങ്ങൾ യേശുതമ്പുരാനിലുണ്ട്. യേശുവപ്പ നല്ല ഇടയ എന്ന് നാം വിളിക്കുന്നതിൻ്റെ 3 കാരണങ്ങൾ നാം ചിന്തിച്ചു. 1, അവന് നമ്മെ നന്നായിട്ടറിയാം. 2, അവൻ നമുക്കൊരു കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. അവൻ്റെ അടുക്കലേക്ക് വരുന്നവരെ തള്ളിക്കളയത്തില്ലെന്ന്, ഉപേക്ഷിക്കത്തില്ലെന്നുള്ളൊരു കോൺഫിഡൻസ്. 3, അവൻ നല്ല മാതൃക നമുക്ക് വെച്ചേച്ചു പോയി. ഇന്ന് പകൽക്കാലവും യേശു നല്ല ഇടയൻ, യേശു നല്ല നേതാവ്, യേശു നല്ല പിതാവ്. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.